ആകെ കൂടെ ഈ ബൈക്കിന് ശേഷം 2 ഓപ്ഷൻസ് ഉണ്ടായിരുന്നുള്ളൂ. ഈ അടുത്ത കാലത്ത് ഞാൻ ചെയ്ത വീഡിയോസ് ഒക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ പറഞ്ഞ ഒരു ബൈക്ക് ഉണ്ട്, സ്ട്രെല്ലിന്റെ വോയിസിൽ നല്ലൊരു എനർജി കണ്ട ഒരു വീഡിയോ ഇപ്പോഴാണെന്ന് പറഞ്ഞിട്ട്. അതെ, KTMന്റെ 1290 അഡ്വഞ്ചറസ്. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എല്ലാ സമയത്തും ഒരു ഭ്രാന്ത് ബൈക്കാണ്. അതൊരു ഇൻലൈൻ 4 പോലെ ഒന്നല്ല, ട്വിൻ ബൈക്കാണ്. അത്രയും വലിയ ട്വിൻ ആയതുകൊണ്ട് തന്നെ അതിന് ഒന്നെങ്കിൽ ഭ്രാന്ത് അല്ലെങ്കിൽ ഓഫാക്കി ഇടണം, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ് ആ ഒരു ബൈക്കിന്. പിന്നെ എനിക്ക് നല്ലതുപോലെ ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു ബൈക്കായിരുന്നു അപ്രിലിയുടെ ടൂണോ V4 എന്ന് പറയുന്ന ബൈക്ക്. അപ്പം അപ്രിലിയുടെ സ്റ്റോറിയൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടാവും, അവരുടെ കാര്യങ്ങളൊക്കെ. കാരണം അപ്രിലിൻ്റെ സർവീസ് മാത്രമല്ല സെയിൽസും പറ്റാബദ്ധമാണ്. അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് ടൂണോ പോലത്തെ ഒരു ബൈക്ക് ഞാൻ വാങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് പണി കിട്ടുന്നത് എനിക്ക് തന്നെ അറിയാം. പിന്നെ ടൂണോ ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ട്വിന്നിൻ്റെ എന്താ പറയുക എല്ലാ അഡ്വാൻറ്റേജസും അതിനകത്ത് കിട്ടും. അതായത് 1290ൻ്റെ എല്ലാ അഡ്വാൻറ്റേജസും കിട്ടും, ടോർക്കും പിന്നെ പവറും എല്ലാം കിട്ടും. അതിങ്ങനെ എന്താ പറയുക എല്ലാ സമയത്തും ഒരുപാട് സ്പീഡിൽ ഓടിക്കണം എന്നുള്ളൊരു വണ്ടിയല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. അതായത് ഒരു സെമി നേക്കഡ്, സെമി സ്പോർട്ടി അങ്ങനത്തെ ഒരു ബൈക്ക്. പിന്നെ അത് കഴിഞ്ഞ് ഉള്ളൊരു ബൈക്കായിരുന്നു ഇത്.